ഇതാണ് സംഭവം. ഇന്നലെ മേടിച്ചു. ആദ്യം ചോറൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നു, വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ട്. ഇതാണ് എന്നിട്ട് ഇതപ്പോൾ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നത്. നമുക്കിത് അടുക്കളയ്ക്ക് വെക്കാം. അയ്യോ, എന്തൊക്കെ നോക്കാം. ഇതുണ്ടോ? അനക്കെന്താ അടുക്കളയിൽ കാര്യം? അങ്ങോട്ട് പോ, പുറത്ത് പോ, പുറത്ത് പോ, പുറത്ത് പോ. അവിടെ ഒന്നുള്ളൂ. ഉഷാറ്. പുതിയ സാധനം മേടിച്ചു. എന്നിട്ട് അതിൽ നമുക്ക് മാമ എന്താക്കി, ചോറ് ചോറ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരും ചെയ്ത്. ചോറ് മാത്രമല്ല, അതിൻ്റെ കൂടെ ശബ്ദമുണ്ട്. ശബ്ദോടെ വെക്കണം. ശബ്ദത അവിടെ ഉണ്ട്. ആയിട്ട് മുന്തിരിക്ക് ഇട്ടിട്ട് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് ഉഷാറാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് കോമഡി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ചോറുണ്ടാക്കൽ കാര്യങ്ങളൊന്നും നടക്കില്ല, അറിയില്ല. ചോറുണ്ടാക്കാൻ അറിയാം, ബാക്കിയൊരു സംഭവം അറിയില്ല നമുക്ക്. ഇത് ശബ്ദ എന്താ, ഇത് ശബ്ദ ചോറ്, ഇതൊന്നും നമുക്ക് അറിയാത്ത സംഭവം. അപ്പോൾ മാമ ഇന്നലെ പോയിട്ട് എന്താക്കി, എക്സൈറ്റ് പോയി ചോറുണ്ടാക്കാനും 3 ആൾക്ക് ചോറുണ്ടാക്കാനും എന്താ വേണ്ടി ചോദിച്ചിട്ട് മറ്റേ നമ്മളെ പാത്രത്തിൽ ഇതിലാണ് ഉണ്ടാക്കുന്ന ചോറ്. അപ്പോൾ അതിൽ സമയം എടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താക്കി, ഇത് എളുപ്പമാണ്, എളുപ്പം പെട്ടെന്ന് കാര്യം കഴിയുന്നൊക്കെ പറഞ്ഞിട്ട് എന്താക്കി, ഈ സാധനം ഇന്നലെ പോയി മേടിച്ച്. അപ്പോൾ ഇതിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അറിയാൻ ചോദിച്ചപ്പോൾ നമുക്കറിയില്ല, യൂട്യൂബിൽ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട, ഇല്ല, ഞാൻ ആദ്യം ഇത് കൊണ്ടുപോകാം, എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം, അതിനുശേഷം വീഡിയോ അയച്ചു തരാം, എന്നിട്ട് അതുപോലെ ചെയ്തോ പറഞ്ഞു. അതും ചെയ്ത് ഇതാ അവസാനം ഒരു എന്താ ഇന്നലൊരു മിക്സി, അയ്യോ, ഇത് മേടിച്ച് നോക്കണം. ഇത് രണ്ടിപ്പോൾ ഇന്നലെ മേടിച്ചു തന്ന സാധനങ്ങൾ ഇതാ. ഇന്നലെ എന്നിട്ട് ഇതും ഉണ്ടാക്കി തന്ന് എന്നിട്ട് ആ സാധനങ്ങൾ ഇതാ കൊടുത്തയക്കും ചെയ്ത്. ഇതും അതും അതുകൊണ്ട് കുഴപ്പമില്ല, അൽഹംദുലില്ലാ. പീസ ഉണ്ടല്ലേ, പീസ. അപ്പോൾ ഇതാണ് മറ്റേ ഇന്നത്തെ ഫുഡ്. ഇതുണ്ട്, കോഴിയുണ്ട്, മുന്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിട്ടിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ ഇതാണ് ഷത്ത എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ എന്താണെന്നുള്ളൊരു സംശയം ഉണ്ടാവില്ലേ, ഇതാണ് ഷത്ത. ഓക്കെ. അപ്പോൾ പിന്നെ എന്താ പറയാനുള്ളത്, അപ്പോൾ മാഡത്തിൻ്റെ വകയാണിത്, ഈ സാധനം മേടിച്ചതും കാര്യങ്ങളൊക്കെ. അപ്പോൾ മാഡത്തിനൊരു താങ്ക്സ്. നിങ്ങൾ കമൻറ്റ് ഇടുന്ന ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ഇടുക. അതേപോലെ തന്നെ നമ്മളെ മാഡത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അഭിപ്രായം നമ്മളെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടിടുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ പിന്നെ അങ്ങനെ ഓട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൂ. ബക്കർ ഇവിടെ ഉണ്ട്. അപ്പോൾ മാഡം ഇപ്പം എന്താ ചെയ്ത്, മാഡം നമ്മൾ സലാമിനോ പിന്നെ എന്താ പറയുക, നമ്മളെ മാഡം ഇതാക്കിയത് ഞാൻ കാണിച്ചു തരാം. ഇതെന്താ, വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഇത് സാധനങ്ങളൊക്കെ മേടിച്ച് തരും ചെയ്ത് എന്നിട്ട് ഇന്ന പോലെയാണ് വെക്കുക എന്നുള്ളതൊക്കെ നമുക്ക് അത് വീഡിയോ എടുത്തിട്ട് അയച്ചു തന്ന മാഡത്തിൻ്റെ മനസ്സിനെ പറ്റിയിട്ടാണ്. ഒരുപാട് പേർക്കൊന്നും ഇങ്ങനെ ഒരു മാഡത്തിന് കിട്ടണമെന്നില്ല, എന്നാലും ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് കണ്ടപ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സന്തോഷം, ഹാപ്പി. അപ്പം നമ്മളൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി, അതുകൊണ്ട് നിങ്ങൾ പങ്കുവെക്കാണ്, കമൻ്റൊക്കെ അറിയിക്കുക. സംഭവം അതൊക്കെ മേടിച്ചെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് ഉണ്ടാക്കാനും പഠിപ്പിച്ചു തന്നു.
എന്നിട്ട് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഇന്നലെ സാധനം പുതിയത് മേടിച്ച് അവിടെ പോയിട്ട് മാമനൂർ അസ്തിരാതി എന്നിട്ട് എന്താക്കി അങ്ങനെ നമ്മള് അത് മേടിച്ചിട്ട് നേരെ ഇന്നലെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അവസാനം എന്താക്കി ഉണ്ടാക്കി കാണിച്ചു തന്നു. ഇങ്ങനെയാണ് ചോറ് ഉണ്ടാക്കുക, ഇങ്ങനെയാണ് കറി ഉണ്ടാക്കുക. അതാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ കമന്റ് ഇടുക. എന്തായാലും സെറ്റല്ലേ? അൽഹംദുലില്ലാ, അതൊക്കെ റാഹത്താണ്. അങ്ങനെ അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ഓക്കെ, ഖത്തം. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.